കുക്കിംഗ് സ്റ്റോറീസിൻ്റെ ഒരു പുതിയ പ്ലാന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് വളരെ നേരമായിട്ടുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. പേരൊന്നും കൃത്യമായിട്ട് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ക്രൈസാണ് ഇതിൽ. അടിപൊളിയാണ് കണ്ടോ, ഭയങ്കര നേരമായിട്ടുള്ള കോല് മുള്ളമ്പന്നിയുടെ മുള്ളു പോലെയാണ് ഏകദേശം. ഈ സ്നേക്ക് പ്ലാന്റ് ഒരു ഡാർക്ക് ഗ്രീനും ചെറിയ തോതിൽ വൈറ്റും കയറി വരുന്ന പോലത്തെ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കോമൺ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എങ്കിലും അടിപൊളിയാണ്. ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതിൻ്റെ കുറച്ചും കൂടെ വണ്ണമുള്ള മുള്ളു പോലത്തെ തന്നെ നല്ല ഇങ്ങനെ കോല് പോലെ ഇരിക്കുന്ന പോലത്തെ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് മൂന്നാമത്തെ വെറൈറ്റിയാണ് കേട്ടോ. ഇനി ഈ ഒരു സ്നേക്ക് പ്ലാന്റ് ഇത് എല്ലായിടത്തും നമ്മൾ കണ്ടിട്ടുള്ള മഞ്ഞയും പച്ചയായിട്ടുള്ള സ്നേക്ക് പ്ലാന്റാണ്. ഇതിൻ്റെ കുറേ എണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. ഇത് ആ മഞ്ഞയും പച്ചയുടെ തന്നെ ഒരു മിനിയേച്ചറായിട്ടുള്ള ടൈപ്പാണ്. ചട്ടി നിറഞ്ഞ് ബുഷായിട്ട് വരുന്ന പോലത്തെ ഒരു മോഡലാണിത് കേട്ടോ. അടുത്തതായിട്ട് ഇത് അങ്ങനെ കോമൺ അല്ല, നല്ലൊരു ഉഗ്രൻ സ്നേക്ക് പ്ലാന്റാണ്. ഇത് ഉണങ്ങിയതല്ല കേട്ടോ, ഇത് അതിൻ്റെ ഇലയുടെ കളറാണ്, ഒരു ബ്രൗൺ കളറായിട്ടുള്ള സ്നേക്ക് പ്ലാന്റാണ്. ഇതൊരൊറ്റ ചട്ടിയേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഒരു തണ്ട് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്, അത് ശുശ്രൂഷിച്ചിട്ട് ഇതുപോലെ കിട്ടിയിട്ടുള്ളതാണ്. ഇത് വേറൊരു മോഡൽ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വെറൈറ്റി ഒന്നും അല്ല കേട്ടോ. അടിപൊളി സ്നേക്ക് പ്ലാന്റ് ആണ്. ഇത് മഴയത്താണ് ഇരുന്നിരുന്നത്, അത് കാരണം ചട്ടി നിറഞ്ഞു അത്. പിന്നെ ഈ ഒരു സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഴയ മോഡല് എല്ലാ വീടുകളിലും ഒക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. വേലിയുടെ അടുത്തൊക്കെ കിട്ടിയിരുന്ന ആദ്യത്തെ സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ്. ഇതിങ്ങനെ ചെറിയ ഫ്ലവേഴ്സ് പോലെയാണ് ചട്ടി നിറഞ്ഞുണ്ടാവുക. ഇതും അതുപോലെ തന്നെയുള്ള വേറൊരു വെറൈറ്റിയാണ്. അതിൻ്റെ ചെറിയ ഉണ്ണികൾ വന്നിട്ടുള്ളത് കണ്ടോ, അത് പൂവ് പോലെ നല്ല ഷേപ്പിലാണ് വരിക. പിന്നെ ഇതാണ് നമ്മുടെ എലിഫൻ്റ് സ്നേക്ക് പ്ലാന്റ്. നല്ല വലിപ്പമാണ് അതിൻ്റെ ഇലയ്ക്ക് കണ്ടോ, ഒരു മീറ്റർ കഷ്ടി പൊക്കം വരും. ഇതിൻ്റെ ഹൈറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇലയും ഭയങ്കര വീതിയാണ്. ഇതും അങ്ങനെ സർവ്വസാധാരണമായിട്ട് നമ്മളധികം കാണുന്ന ഒരു വെറൈറ്റി അല്ല കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഇത് എന്ന് പറയുന്നത് നമ്മൾ ഈ വീശറി പോലെയായിട്ട് വരുന്നതാണ്. ഇതിൻ്റെ വീശറിക്ക് എവിടെയോ ഒരു പ്രശ്നം വന്നു, എന്നാലും ഇതിൻ്റെ കുറേ ചെടികൾ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. ഇത് വേറൊരു മോഡല് അടിപൊളിയായിട്ടുള്ള സ്നേക്ക് പ്ലാന്റാണ്. ഇതിൻ്റെ ഒന്നും പേരുകൾ എനിക്കറിയില്ല, പക്ഷേ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കാണുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും അത് കളക്ട് ചെയ്യാൻ നോക്കും. ഇത് വേറൊരു മോഡലാണ്, നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു മോഡലാണ്. പിന്നെ ഇത് നമ്മൾ സാധാരണ കാണുന്നതാണ്. ഇത് നല്ല ഹൈറ്റിൽ വരുന്നതാണ് കണ്ടോ, ഇത് ശരിക്കും ഒരു മീറ്റർ ഹൈറ്റ് ഉണ്ട്, അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു 10-15 വെറൈറ്റിയോളം സ്നേക്ക് പ്ലാന്റാണ് എൻ്റെ കയ്യിലുള്ളത്. ഇനി ഒരു സിൽവറിൻ്റെ ഉണ്ട്, അത് ചെടി ചീഞ്ഞിട്ട് അതിൻ്റെ ഇല ഞാൻ കുഴിച്ചിട്ടുണ്ട്. പിന്നെ ഇതും വേറൊരു മോഡലാണ്. നേരത്തെ കണ്ട എലിഫൻ്റ് സ്നേക്ക് പ്ലാന്റിൻ്റെ അത്രയും വലിപ്പം വരാണ്ട്, ഇലകൾ അത്ര വീതിയുണ്ട്, പക്ഷേ ഹൈറ്റ് അത്രയും വരില്ല. ഇതാണ് നമ്മുടെ സിൽവർ സ്നേക്ക് പ്ലാന്റ്. ഞാൻ എൻ്റെ ഇല ചീഞ്ഞിട്ട് കുഴിച്ച് വെച്ചിരിക്കണമെന്ന് പറഞ്ഞില്ലേ, അതാണിത്. ഇത് ഇപ്പോൾ ചീഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഒരു കുനിപ്പ് മുളപ്പായിട്ട് വരുന്നുണ്ട്. ഞാൻ നന്നായിട്ട് വരുമ്പോൾ ചട്ടിയിലാക്കണം. ഇനി ഇത് വേറൊരു മോഡലാണ്, ഇതധികം ഹൈറ്റ് വെക്കില്ല. പിന്നെതാ ഈ ഒരു സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഇവിടെ നമ്മുടെ സാധാരണ കാണുന്ന കോല് പോലത്തെ സ്നേക്ക് പ്ലാന്റ് വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനലിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കുക.